ഞങ്ങളെ രക്ഷാദൗത്യത്തിൻ്റെ അവിടെ പോയതായിരുന്നു. ഈ ഫോഴ്സുകൾക്കൊപ്പം ഇവിടുത്തെ നാട്ടുകാർ എല്ലാ നിലയിലും ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു നിലയിലേക്കുള്ള ആളുകളെ മുഴുവൻ ഇവിടെ എത്തിക്കാൻ പറ്റി. അതുമാത്രമല്ല, നമ്മൾ ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഇത്തരം ദുരന്തഘട്ടങ്ങൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ വയനാട് ജില്ലയിലുള്ളതും കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നൊക്കെ തന്നെ കൊണ്ടുവരാനായത് സാധാരണ ഒരു വൈകുന്നേരം 5 മണിയായാൽ നിർത്തേണ്ടിയിരുന്ന രക്ഷാപ്രവർത്തനം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. കൃത്യം ഒരു 7:15-7:30 മണിയായപ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളെയും നിർമ്മിച്ചൊരു പാലത്തിലൂടെയും കുറച്ച് സീരിയസ് ആയിട്ട് ഇഞ്ചുറിയും മറ്റുള്ളവരെ അല്ലാതെ നമ്മൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഭാഗത്തുള്ള ഒരുപാട് പേരെ കൊണ്ടുവരാൻ പറ്റി. അതിൽ കണ്ടൊരു പ്രത്യേകത ഈ വിവിധ ഫോഴ്സ്, ആർമി, അതുപോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ നടത്തിയിട്ടുള്ളൊരു ഇടപെടലുണ്ട്. അത് വയനാട്ടിലെ മാത്രമല്ലല്ലോ, വിവിധ ജില്ലകളിൽ നിന്ന് വരികയാണ്. അതെ, വിവിധ ജില്ലകളിലുണ്ട്. പക്ഷേ ഇവിടുത്തെ പരിസരവാസികൾ അതിന് മുൻകൈ എടുത്തു എന്നുള്ള, അവർക്കാണല്ലോ ഈ ഓരോ സ്പോട്ട് പറയുക. മറ്റ് ജില്ലകളിൽ നിന്ന് വന്നവർക്കൊപ്പം ഓരോ സ്പോട്ടിലും പോയി ഓരോ കാര്യങ്ങളും പറഞ്ഞ് കൊണ്ടുവന്നു. അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഭീകരം. അത് ഒരുപാട് പേരുടെ ജീവൻ അതിൻ്റെ ഭാഗമായിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന വീടുകൾക്കുള്ളിൽ ജീവനുള്ളവരുണ്ടായിരുന്നു എന്നുള്ള അവസാനം ആ കാര്യങ്ങളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അവരുടെ അനുഭവം ഇപ്പോൾ രാജമിനിസ്റ്ററും ഞാനും അതിൻ്റെ ഇപ്പുറത്തെ 2 ഭാഗത്തും പോയിരുന്നു. ഇപ്പുറത്തെ ഘട്ടത്തിൽ പോയപ്പോൾ ഇപ്പോൾ അതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തിയ 2 പേര് വന്ന് പറഞ്ഞത് ഈ ചില ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ നടത്തിയ ഇടപെടലും, അതുപോലെ രാജമിനിസ്റ്ററെയും അതുപോലെ തന്നെ എന്നെയൊക്കെ ബന്ധപ്പെട്ടൊരു പഞ്ചായത്ത് മെമ്പറുണ്ട്. അദ്ദേഹമാണ് അവിടെ കുറേ ആളുകൾ കൂടിയ കാര്യവും കുടുങ്ങിക്കിടക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഫോൺ നമ്പർ തന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അതിനകത്ത് വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടുന്ന് ഇതിനകത്ത് വന്നു. ഇതിലൊരു വലിയ ജനകീയ കൂട്ടായ്മ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ദുരന്തമാണ് ഉണ്ടായതെങ്കിലും ഒരുപാട് പേരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അതിലൂടെ സാധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഏരിയയിലുള്ള ആളുകളെ മുഴുവൻ ഇക്കരെ കിടത്തുക എന്നുള്ളതാണ് പ്രധാനം. അത് വിജയകരമായി. 5 മണി വരെ ആയിരുന്നെങ്കിൽ അത് സാധിക്കില്ല. 5 മുതൽ ഇപ്പോൾ ഈ 7:30 മണി വരെ വെളിച്ചം ഇല്ലാഞ്ഞിട്ട് അത് സാധിച്ചത് അതിന് പറ്റിയ സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റി എന്നുള്ളതാണ്. തിരച്ചിൽ തുടരാൻ പറ്റുമോ രാത്രി മുഴുവൻ? ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ആ പ്രദേശത്ത് ബാക്കി എന്താണ്, എങ്ങനെയാണ് നോക്കാൻ വേണ്ടി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. ഇതിൽ നമ്മൾ ഈ ഒരു സന്ധ്യക്കും ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ പറ്റിയെന്നുള്ളതാണ് നമുക്ക് വലിയ നിലയിൽ സഹായകരമായി മാറിയിട്ടുള്ളത്. നമുക്ക് ഷിരൂരിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ വേറൊരു രീതിയാണെന്നാണല്ലോ, അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തെ. അതെ, എല്ലാവരും ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരുടെ ഒരു നിരയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സന്നദ്ധ സംഘടനകളും, ഈ പ്രദേശത്തുള്ളവർ, ഈ ജില്ലയിലുള്ളവർ, തൊട്ടടുത്തുള്ള ജില്ലയിലുള്ളവർ എല്ലാവരും ഓടി വരികയാണ്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആളുകളുടെ ഒരു വലിയ നിരയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവസാനം രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ വലിയ നിലയിൽ ഇടപെട്ടു. പിന്നെ പ്രിക്കോഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ അതിനോട് സഹകരിച്ചു. ഇപ്പോൾ കുറേ വാഹനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ നിർത്തിവെച്ച വാഹനങ്ങൾ. ആ വാഹനങ്ങൾ മാറ്റണമെന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ കുറേ ആൾ വാഹനം മാറ്റി. രക്ഷാപ്രവർത്തനത്തിന് അല്ലാതെ വെറുതെ നിൽക്കുന്ന ആളുകളോട് ദയവേത് മാറണം എന്ന് പറഞ്ഞപ്പോൾ അവർ സഹകരിച്ചു. അങ്ങനെ ഒരു വാഹനങ്ങളൊക്കെ കടത്തിവിടാനൊക്കെ ഇവിടെയുള്ള യുവാക്കൾ, സന്നദ്ധ പ്രവർത്തകർ വലിയ നിലയാണ്, വലിയ നിലയിലുള്ള ഒരു മാതൃകാപരമായ ഒരു ഇടപെടലാണ് ഇവിടെ ജനങ്ങളാകെ നടത്തിയിട്ടുള്ളത്.